സൺഡേ അല്ലേ, അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഒന്ന് ചെറായി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു 4:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സ്റ്റാർട്ടായി. ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ബീച്ചിലേക്ക്. ഒരുപാട് പ്രാവശ്യം ഇവിടെ പോയിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും കടൽ കാണുന്നതൊരു പ്രത്യേക ഒരു സുഖമാണ്. ആ തിരമാലകൾ വരുന്നതും പോകുന്നതും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകുമ്പോഴും ശംഖുമുഖവും കോവളമൊക്കെ പോകാറുണ്ട് കേട്ടോ. റോഡിലൊന്നും വലിയ ട്രാഫിക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങോട്ട് ആ ചെറായി ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോൾ നല്ല ആളുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അതേ കണ്ടോ, ബോട്ടിങ് ചെറായി ബോട്ട് ക്ലബ്ബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒന്ന് വണ്ടി നിർത്തി നോക്കിയപ്പോൾ പെഡൽ ബോട്ടാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഇച്ചിരി പാടാണത്, നമ്മൾ ചവിട്ടി ഓടിക്കേണ്ട ഒരു ഇതാണ്. ഞാൻ പണ്ടൊരിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടൂറ് പോയപ്പം ഇതുപോലെ പെഡൽ ബോട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര ഒരു വലിയൊരു നല്ലൊരു എക്സസൈസാണ്. പക്ഷേ എങ്കിലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു ലേക്ക് പോലെ എനിക്ക് തോന്നിയത്. 2 വശത്തും ഉണ്ട്, നടുക്കെ കൂടെ റോഡ് പോകുന്നു. അവിടെ ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ട് വന്ന് വലയിൽ മീൻ പിടിച്ചു കൊണ്ടുവന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അധികം മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അവർക്ക്. ചെറിയ ഏതൊക്കെയോ മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ബോട്ട് ക്ലബ്ബ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. എനിക്ക് തോന്നുന്നു ഹാഫ് ആൻ അവർ 200 rupees എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ബീച്ചിലെത്തി. പക്ഷെ വണ്ടി അവിടെ എങ്ങും പാർക്ക് ചെയ്യാനുള്ള ഇതില്ലായിരുന്നു, സ്പേസ് ഇല്ലായിരുന്നു. കാരണം പാർക്കിംഗ് ഏരിയ ഫുള്ളാണ്. പിന്നെ റോഡ് സൈഡിൽ തന്നെ ഇട്ടിട്ട് പോകുന്നു. എന്നിട്ട് നേരെ അവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ തിരക്ക് കുറഞ്ഞ ഭാഗമായിരുന്നെങ്കിലും അവിടെ ഈ കടലിൻ്റെ ഭിത്തിയുടെ കല്ലിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട്. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇറങ്ങി. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഈ ചെറായി ബീച്ചിൽ പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ കടലിലിറങ്ങി കാലൊന്നും നനച്ചിട്ടില്ല. പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കര റഫ് സീ ആയിരുന്നു. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല, ഭയങ്കര ക്വയറ്റായിട്ട് തന്നെ കിടപ്പുണ്ട്. ചെറിയൊരു വേവ്സൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇറങ്ങി ഒന്ന് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് കയറിപ്പോന്നു. കണ്ട ഒരു കൊച്ചുകുട്ടി, അവനൊരു പേടിയില്ലാതെ വേവ്സൊക്കെ വരുമ്പോൾ അവനൊരു പേടിയില്ല, അവിടെ തന്നെ നിൽക്കുക കണ്ടോ. ഞങ്ങൾ ആ കടൽ തീരത്ത് കൂടെ കുറേ ദൂരം നടന്നു. കൊച്ചു കുട്ടികൾ ഒരു പേടിയില്ല, കടലിലേക്ക് ഇറങ്ങി അങ്ങ് പോകുക. അവരുടെ പേരൻസൊക്കെ ദൂരെ നോക്കി നിൽക്കണമുണ്ട്. ആ കടൽ തീരത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ കുറേ ദൂരമൊക്കെ നടന്നു ആ കാറ്റും കൊണ്ട്. സമയം പോണത് അറിയില്ല കേട്ടോ. തിരക്കും ഉണ്ടല്ലോ, ആൾക്കാരും കടലിലിറങ്ങണതും കുളിക്കണതും പിന്നെ ഈ തിരമാല വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ കടലിലിറങ്ങി കുളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ കുറച്ച് പേര് ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു.
നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാനൊരു കല്ലിൻ്റെ പുറത്ത് കയറി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരക്കുള്ള ഭാഗത്തേക്ക് പോയത്. ഇതേ നോക്കിയേ, ഒരു ചെറിയ വള്ളം പോകുന്നുണ്ടോ, വഞ്ചി. ആൾക്കാരുണ്ട്, ഫിഷിങ്ങിന് പോകണയാണെന്ന് തോന്നുന്നത്. പിന്നെ അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങൾ, പി അങ്ങനത്തെ ബലൂൺ അങ്ങനത്തെയൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു. പട്ടം കൊടുക്കുന്ന ആൾക്കാർ, പട്ടം വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും കാണാറുണ്ട്. അതേ കണ്ടോ, ഒരുപാട് ആൾക്കാർ പട്ടം മേടിപ്പിച്ച് ഇങ്ങനെ പറപ്പിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ബേർഡിൻ്റെ, ഒരു പക്ഷിയുടെ ഷേപ്പുള്ള കണ്ട ഒരു പട്ടം കണ്ടോ, ഒരു പറപ്പിക്കുന്നത്. ശരിക്കും കിളിയാണെന്ന് തോന്നും. നല്ല രസമായിരുന്നു. അവിടെ അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, കൊച്ചുകുട്ടികൾക്ക് ഒരു കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. ഇവിടെയും കണ്ടു ഒരു വലിയൊരു വഞ്ചിക്കകത്ത് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആൾക്കാരൊക്കെ അതിൻ്റെ ചുറ്റും കൂടി നിൽക്കണം. ഞാൻ എന്താന്ന് നോക്കാം, എന്ത് മീനോ കിട്ടിയെന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയി നോക്കി. അയലയൊക്കെയാണെന്ന് തോന്നണത്. കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അവർക്ക്. കണ്ടോ, വലയെന്ന് അവർ എടുത്ത് വള്ളത്തിലേക്ക് ഇടുവാണ്. അപ്പോഴത്തേക്കും ദേ സൺസെറ്റിൻ്റെ സമയമായി. പക്ഷേ നമ്മൾ ഈ കന്യാകുമാരിയിലൊക്കെ കാണുന്ന പോലെ അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു സൺസെറ്റൊന്നും കണ്ടില്ല കേട്ടോ. കണ്ടോ, തിരക്ക് കണ്ടോ, എത്രമാത്രം വണ്ടികളാണ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത്. ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം പോലും ഇല്ല, അതുപോലെ ആളും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ, ചെറുതും വലുതുമായ ഇഷ്ടം പോലെ റിസോർട്ട്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ, ഫോറിനേഴ്സൊക്കെ വന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നുമുണ്ട്. ഇവിടെ കാണാനായിട്ട് വേറെ ഈ ബീച്ച് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. രോഗിയായ ആർക്കോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ പാട്ടൊക്കെ അതായത് മ്യൂസിക്കൊക്കെ വെച്ച് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നൊരു കുട്ടി തന്നെ കയറി അങ്ങ് പാട്ട് പാടുന്നുണ്ടായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ റിസോർട്ട്സ് പോലത്തെയൊക്കെ ഉണ്ട്. ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് ഈ ബീച്ചിലൊക്കെ കറങ്ങിയിട്ട് പോരാനുള്ളതേ ഉള്ളൂ, വേറൊന്നും കാണാനൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് 2 കോൺ ഐസ്ക്രീമും മേടിച്ച് തിരിച്ചു പോന്നു. റോഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്നത് ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടാണ് കേട്ടോ. ഇത് നല്ല സൂപ്പർ സംഭവമാണ്. ഞങ്ങൾ ഈ ക്ലബ് മഹീന്ദ്രയുടെ മൂന്നാറിലൊക്കെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചേനെ. ഇത് നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു.